ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാരത് മനസ്സിലായില്ലേ? ശ്രീബുദ്ധൻ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ശ്രീബുദ്ധൻ്റെ ഈ മുടിയൊക്കെ ഇങ്ങനെ എണ്ണി നോക്കുകയാണ് കേട്ടോ. ശ്രീബുദ്ധൻ്റെ മുടിയുടെ കഥ അറിയില്ലേ? 29ാമത്തെ വയസ്സിൽ സന്യാസ ജീവിതം നയിക്കാൻ തുടങ്ങിയ ശ്രീബുദ്ധൻ ഹൈ കോൺസെൻട്രേഷനും അറിവുകൾ ലഭിക്കാനും ശാന്തിക്കും വേണ്ടിയിട്ട് ഒരു മരച്ചുവട്ടിൽ ധ്യാനിക്കാനിരിക്കുകയായിരുന്നു. ആ സമയത്ത് മരച്ചില്ലകളുടെ ഇടയിൽ കൂടെ കഠിനമായ വെയിൽ അദ്ദേഹത്തിന്റെ തലയിൽ ധ്യാനത്തിനെ തടസ്സപ്പെടുന്ന രീതിയിൽ അടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒച്ചുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ഒച്ച് തലയിൽ കയറി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഒച്ചുകളും ഒരു ക്യാപ്പ് പോലെ ബുദ്ധന്റെ തലയിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് വെയിലേറ്റ് തടസ്സം വരാതിരിക്കാൻ കൂടിച്ചേർന്ന് ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് അതികഠിനമായ ചൂട് ഏറ്റ് വെയിൽ ഏറ്റ് പാവം ഒച്ചുകളുടെ ജീവൻ അവർ സാക്രിഫൈസ് ചെയ്തു. അവര് ത്യാഗം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജീവൻ പണയപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധന്റെ സ്റ്റാച്യൂസിലും പ്രതിമകളിലും ചിത്രങ്ങളിലും ഒക്കെ ഈ ഒരു 108 ഒച്ചുകളുടെ ആ ഒരു ചിത്രം ഇങ്ങനെ കാണാനുണ്ടാവും. ഇങ്ങനെ ഒരു ഇത് കാണാനുണ്ടാവും. 108 ഒച്ചുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കഥ ഓക്കെ, ഞാൻ എത്ര എണ്ണിയിട്ടും ഇതിൽ 108 അല്ല, 100-200 ഒച്ചുകളുണ്ട്. എന്തായാലും എൻ്റെ ബുദ്ധന്റെ തലയിൽ 108 ഒച്ചുകളിലും കൂടുതൽ ഒച്ചുകളുണ്ട്. എന്തായാലും ഇതിപ്പോൾ വളരെ ട്രെൻഡിങ്ങും നമുക്ക് ബുദ്ധന്റെ സ്റ്റാച്യു വെച്ചാൽ ഉണ്ടാവുന്ന അവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്തും ട്രെൻഡിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ളതും ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ട്രിവാൻഡ്രം പോത്തീസ് എന്നാണ്. ഇവിടെ ഹൗസ് വാമിങ്ങിന് മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ അത് ഇവിടെ വെക്കാനാണ് അതിൻ്റെ ഒരു യോഗം എന്ന് പറയുന്നത്. അന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ് ഇപ്പോൾ ബുദ്ധാസിന്റെ സ്റ്റാച്ചു. എല്ലായിടത്തും വീടുകളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എല്ലായിടത്തും വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിന്റെ കഥ ഇതാണ്. പക്ഷെ എൻ്റെ ബുദ്ധന്റെ തലയിൽ 10-200 ഒച്ചുകളുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ ബൈ.